നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. ചൈനയിലെ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് ലൈഫ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വെറൈറ്റി മെത്തേഡാണിത്. വെറും വർത്തമാനം പറഞ്ഞ് ബോറടിപ്പിക്കാതെ ഒരു വീഡിയോയിലൂടെ അവർ പകർന്നു നൽകുന്ന ആ മെസ്സേജ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. രണ്ട് വഴികളാണ് അവർ കുട്ടികൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ വഴി, ദ ട്രാപ്പ്. പഠിക്കേണ്ട പ്രായത്തിൽ പുസ്തകം മാറ്റിവെച്ച് സ്മാർട്ട് ഫോണും പിടിച്ചിരുന്നാൽ എന്തു സംഭവിക്കും? കണ്ണിന്റെ കാഴ്ച പോയി കട്ടിയുള്ള കണ്ണട വെക്കേണ്ടി വരും. പഠിത്തം ഉഴപ്പും. അവസാനം 10 വർഷം കഴിഞ്ഞു നോക്കുമ്പോൾ തുച്ഛമായ ശമ്പളത്തിന് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടി വരും. ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ സങ്കടപ്പെടേണ്ടി വരും. രണ്ടാമത്തെ വഴി, ദ സക്സസ്. ഇനി ആ തീരുമാനം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ഫോൺ മാറ്റിവെച്ച് ആത്മാർത്ഥമായി പഠിക്കാൻ തീരുമാനിക്കുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായി ബിരുദം നേടി ഒടുവിൽ നല്ലൊരു വൈറ്റ് കോളർ ജോലിയിൽ ഓഫീസ് ജോബ് പ്രവേശിക്കുന്നു. കൈ നിറയെ ശമ്പളം കിട്ടുമ്പോൾ പണ്ട് കൊതിച്ച ആ ഫോണും ലാപ്ടോപ്പുമെല്ലാം സ്വന്തം അധ്വാനം കൊണ്ട് അന്തസ്സായി വാങ്ങുന്നു. ഇതിൽ നിന്ന് അവർ പഠിപ്പിക്കുന്ന പാഠം സിമ്പിളാണ്. ഇപ്പോൾ സുഖിച്ചാൽ പിന്നീട് കഷ്ടപ്പെടാം, പക്ഷെ ഇപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ ജീവിതകാലം മുഴുവൻ രാജാവായി ജീവിക്കാം. നമ്മൾ മലയാളികൾ പറയാറില്ലേ, പഠിക്കുമ്പോൾ പഠിച്ചാൽ ഇരിക്കുമ്പോൾ ഇരിക്കാമെന്ന്. അതുതന്നെ സംഭവം. വായകൊണ്ട് ഉപദേശിക്കുന്നതിനേക്കാൾ ഇതുപോലെ വിഷ്വലായി കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ അത് പെട്ടെന്ന് തറയ്ക്കും. നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും ഇതുപോലെയുള്ള റിയാലിറ്റി ചെക്ക് കൊടുക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യൂ.